ഫായിസിന്റെ ആരാധകനാന്ന് പറയാം. നമ്പർ എടുത്ത പാടെ നമ്മളെ തെറി വിളിക്കലും പച്ചക്കാട്ടു ഗൈസ്. യൂട്യൂബ് കണ്ടന്റ് ഒക്കെ അടിപൊളിയാണ്. ഹായ് ഗൈസ്, ആരാണ് സന്തോഷമാകത്ത് അല്ലേ? അതെ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു കോൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. കോൾ പ്രാങ്ക് പറയാൻ മുന്നേ ഞാനൊരു ഫേക്ക് കോൾ പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞാൽ ഞാൻ ഇൻട്രോ ജസ്റ്റ് ഇവിടെ നിൽക്കണമെന്നുള്ളൂ. ബാക്കി നമുക്ക് ഇവിടെ വീട്ടിൽ പോയി ചെയ്യാം. കാരണം നല്ല രീതിയിൽ മഴ വരുന്നുണ്ട്. മഴ പറഞ്ഞാൽ ഇപ്പം പെയ്യിച്ചിട്ട് നിൽക്കുന്നത്. ചെറുതായി ചാറിനൊക്കെ ഉണ്ട് അല്ലേ? ആകാശം കണ്ടില്ലെങ്കിൽ അല്ല, പെർഫെക്റ്റ് ഓക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും മഴ വരാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് നൈസായിട്ട് കുറച്ച് പേരെ വിളിച്ച് പറ്റിക്കാം. ഹേ ഗൈസ്, ആരാണ് സന്തോഷമാകത്ത് അല്ല? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ അവിടുന്ന്. ഓ ഗായ്സ്, ഞാനിപ്പോൾ ഇവിടെ എത്തി. നമുക്കിപ്പോൾ ക്യാമറ ഓൺ ആക്കി അപ്പോൾ അതിൽ വരും നമ്മുടെ ഈ ഒരു ഇൻട്രോ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഫേക്ക് കോൾ പ്രാങ്കിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ തുടങ്ങല്ലേ? ആരാണ് ആദ്യത്തെ ആ ഒരു സുവർണ ഭാഗ്യവാൻ നമുക്ക് നോക്കാം ഗൈസ്. ആരായിരിക്കും? ആയാലും ഫോൺ വിളിച്ചെടുക്കണോ ഈ നേരത്ത്? ഓ ഗായ്സ്, ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. ആയാലൊക്കെ ഉണ്ടാവുമല്ലോ. സെയ്ത്താൻ്റെ അനിയനെ വിളിച്ചു നോക്കാം. സെയ്ത്താൻ്റെ അനിയന കേട്ടോ, എടുക്കണാവോ? ചിലപ്പോൾ സെയ്ത്താനെ വീടെടുത്ത് കൊടുക്കാവൂ. ശേ, ഒരാളുണ്ട് ഗൈസ്, നമുക്കൊരാളുണ്ട്, കിട്ടും. ഇത് കഴിയുമ്പോഴേക്കും ടൈം എടുക്കും. നമുക്ക് കുറച്ച് ഹലോ, ഇതാരാന്ന് മനസ്സിലായോ? ആരാണ് ഞാൻ? ഞാൻ ആരാന്ന് പറയ്. അല്ലടാത്ത എങ്ങനെ മനസ്സിലായി? ഞാൻ ഇത് ആടാ നമ്പർ മാറടാ. ഞാൻ ഈ നമ്പർ എന്നല്ല വിളിക്കാൻ ഉദ്ദേശിച്ച്. സോറടാ, ഹാങ്കടാ ഉദ്ദേശിച്ച്. ഈ ഇപ്പൊ എന്റെ ചാനലിലാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? യൂട്യൂബിലാണ് ഈ ഇപ്പോഴത്. എന്തെങ്കിലും പറയാനുണ്ടോ? യൂട്യൂബിലോ? ആ, എന്റെ ചാനലിന്റെ മുന്നിലാണ് നീ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ ഒന്നും പറയാനില്ല? എന്ത് പറയണളിയാ? പറയേ, എന്നെ കുറിച്ചത് രണ്ട് വാക്ക്. ഈ നല്ലവനാണ്. എന്റെ യൂട്യൂബ് കണ്ടന്റ് ഒക്കെ അടിപൊളിയാണ്, സെറ്റാണ്, പൊളിയാണ്, മരണമാസാണ്. നീ പോരെ? കഴിഞ്ഞ പോരെ? കുറച്ചുകൂടി എത്ര മതിയറാ? ആടാ, ശരി. ഗൈസ്, നമ്പർ മാറിപ്പോയി. ഞാൻ ഈ നമ്പർ ആരെങ്കിലും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു, പക്ഷേ ഇവൻ്റെ ഉണ്ട് ഈ നമ്പർ. അത് എങ്ങനെയാണ് വന്നതെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഓ ഗൈസ്, എന്താ ചെയ്യുക ഗൈസ്? ഞാൻ ഈ നോയ്സിൻ്റെ പ്രശ്നം ഉണ്ടാവേണ്ട വെച്ചിട്ട് ഫാൻ ഓഫ് ചെയ്തിരിക്കുക. അപ്പോൾ ഭയങ്കര ചൂടുണ്ട് ഗൈസ്. ഒട്ടുക്കത്തെ ചൂട് പറഞ്ഞു, ഒട്ടുക്കത്തെ ചൂട്. ഗൈസ്, നമുക്ക് സൈത്താനെ വിളിച്ചു നോക്കാം. അതിൽ നമ്പർ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഈ നമ്പർ അധികം ആർക്കും കൊടുക്കാറില്ല, ഷോപ്പിൽ നമ്പറല്ല. ദാരിദ്ര്യം. ഈ പാട്ട് എന്ന് മാറ്റണോ അന്നേ പോയി നന്നാവുള്ളൂ. വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. എവിടെ ഗൈസ്? സൈത്താനും ഫോൺ എടുക്കണില്ല ഗൈസ്. ഓ ഗൈസ്, എന്താ ചെയ്യുക? നമുക്കൊരു നമ്മുടെ സ്കൂൾ രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വ്യക്തിയെയാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ബോറടിക്കണ്ട കേട്ടാ. ഇതാരും ഫോൺ എടുക്കണില്ല. ആരും കിട്ടുന്നില്ലല്ലോ. ഹലോ, ഇതാരാന്ന് മനസ്സിലായോ? ആരാന്ന് മനസ്സിലായോ? പിന്നെ എന്താ വെച്ചിട്ടാണ് നീ എന്തേന്ന് ചോദിച്ച ആദ്യം തന്നെ? എടാ, ഇത് യൂട്യൂബിലാടാ.
ഓക്കെ ബൈ. എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് തുടക്കത്തിൽ തന്നെ? എടാ അതിൽ ഈ നമ്പർ ഉണ്ടോ എന്റെ? ഈടാ അന്റെ ഏത് നമ്പർ ആയിട്ട് എന്റെ ഇല്ലാത്ത? അന്റെ ഫോൺ നമ്പറില്ല, അന്റെ എല്ലാ നമ്പറും ഉണ്ട്. എടാ ഞാൻ ആരെ വിളിച്ചാല് കൊറേ ആൾക്കാർ ഫോൺ എടുക്കണില്ല, കൊറേ ആൾക്കാർ ഇതാ ഫോൺ എടുക്കുമ്പോഴേക്ക് ഈ നമ്പർ അറിയണവര് അധികം വിളിക്കും, ഞാൻ അറിയാത്ത പോലെ നിൽക്കാം. അയച്ചടാ ഇഷ്ടം വരക്ക്. എനിക്ക് വേണ്ടത് ഈ തെറിയാണ്. ഐ ഗോട്ട് ഇറ്റ്. ഞാൻ എന്റെ ഫോട്ടോ വെച്ചിട്ടാണ് മോനെ വീഡിയോ ചെയ്യാൻ പോണത്. രണ്ടാമത്തെ കിട്ടി. ഓ ഗായ്സ് പൊളി പൊളി. എന്താടാ എവിടുന്നൊക്കെയാണ് ജാതി തെറിയൊക്കെ വരുന്നത് എന്റെ പൊന്നളിയാ. മതി 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 മതി. ഈ ഫേമസ് ആവൂട്ടാ. ആരാ ഇജന്ന് പോയിക്കള കുട്ടിയാണ് ജി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് നമ്മളെ പറ്റിക്ക് ഇറങ്ങിക്ക്. ഓക്കെടാ ബൈ. ആയിക്കോട്ടെ വെച്ച് പോ. ഓ ഗായ്സ് ഭയങ്കര സീനാട്ടോ. എന്റെ നമ്പർ വന്നിട്ടുണ്ട് ഗൈസ്. അതാ സീന്. നമ്മുടെ കട്ടച്ചങ്കാട് നമ്മൾ കുറേ പ്രാങ്കുകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്. നൈസ് മെൻഷനാണ് ഗൈസ്. നമുക്കൊന്ന് ഫായിസിനെ ട്രൈ ചെയ്ത് നോക്കാം. ഫായിസിൻ്റെ ആരാധകനാന്ന് പറയാം. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ. ഗൈസ് അങ്ങനെ നമ്മുടെ സെക്കൻഡ് പാർട്ട് ഒരു വലിയ ഡിസാസ്റ്ററിലേക്ക് പോയി. വേറെ ആരെയും വിളിച്ച് വെറുപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല, കാരണം ആരും ഫോൺ എടുക്കുന്നില്ല. ഷിറ്റ്. ഇനി ഞാൻ ആരോട് പറയാൻ? ഇതൊക്കെ ആര് കേൾക്കാൻ അല്ലേ ഗൈസ്? സീനെ സങ്കടം വരുന്നുണ്ട്, കാരണം ഞാൻ ആശിച്ച് ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ വിചാരിച്ച. പക്ഷെ ഒരു പന്നികളും ഫോൺ എടുക്കണില്ല ഗൈസ്. ഒരാൾ ഫോൺ എടുക്കണില്ല. എടുക്കുന്നവരൊക്കെ എൻ്റെ നമ്പർ ഉണ്ട് ഗൈസ്. അവരാണെന്നുണ്ടെങ്കിൽ നമ്പർ എടുത്ത പാടെ നമ്മളെ തെറി വിളിക്കലും പച്ചക്കാട്ടുന്നു ഗൈസ്. ഓ ഗൈസ് സീനാണ്. ഡിസാസ്റ്റർ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഒരു സന്തോഷമില്ലാത്തൊരു അവസാനമായില്ലേ, എ സാഡ് എൻഡിങ്. കാരണം നമുക്ക് പ്രതീക്ഷിച്ച പോലുള്ളൊരു പവറും ഒരു നല്ലൊരു പ്രാങ്കും നല്ലൊരു ആളിനെയും കിട്ടിയില്ല ഗൈസ്. അപ്പോൾ അതിൻ്റെ സങ്കടം ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വിഷമത്തോടു കൂടി നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വേറെ ഒന്നും എനിക്ക് പറയുന്നില്ല. ഒറ്റ കാര്യം പറയാനുണ്ട്, എല്ലാവരെയും സ്നേഹിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. അത്ര തന്നെ പറയാനുള്ളൂ. ബൈ. ഗൈസ് എൻഡിങ്ങിൽ നോക്ക് ഒരുത്തം വിളിക്കണ്. ഗൈസ് ഇതിന് കോപ്പറേറ്റ് ഉണ്ടാവട്ടെ ചിലപ്പോൾ ആ പാട്ടിന് സീന്. അതാരറിയോ? അതാണ് ഗൈസ് സെയ്ത്താൻ. എല്ലാം കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിക്കുന്നു ചെറ്റ. ഓൻ്റെ എൻ്റെ നമ്പർ ഉണ്ട് തോന്നുന്നു, അതായിരിക്കും. ബൈ. Stop recording.